pizza. Let's try it. Two different types എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഒരു കപ്പിൽ ഇളം ചൂടുവെള്ളത്തിൽ ഈസ്റ്റും ഷുഗറും ഇട്ടിട്ട് നന്നായി ഇളക്കി വെക്കുക. അതൊരു 5 മിനിറ്റ് നേരത്തേക്ക് സെറ്റ് ചെയ്യാൻ വെക്കണം. പിസ്സ ബേസ് ഉണ്ടാക്കാൻ നമുക്ക് 500 ഗ്രാം മൈദയാണ് വേണ്ടത്. അതിലേക്ക് നമുക്ക് ഒറിഗാനോ ലീവ്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് സാൾട്ട്, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്യണം. പൊടികൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഈസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. അത് ഈ പൊടിയിൽ ചേർത്തിട്ട് നന്നായി കുഴച്ച് മാവ് ഉണ്ടാക്കാം. ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. രണ്ട് മണിക്കൂർ നേരത്തേക്ക് എടുത്തു വെക്കുക. അപ്പൊ ഇത് ഡബിൾ ആയിട്ട് പൊങ്ങി വരും. അതിലേക്ക് മസാല ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. വേണമെങ്കിൽ കുറച്ച് ഒലീവ് ഓയിലും എടുത്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. നെക്സ്റ്റ് വേണ്ടത് മഷ്റൂമാണ്. നമ്മൾ പിസ്സയിൽ മഷ്റൂം ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലും മസാല നന്നായി തേച്ച് പിടിപ്പിക്കണം. ഇനി വേണ്ടത് കാപ്സിക്കം. ഏത് കളർ ആയാലും ആഡ് ചെയ്യാം. ഫസ്റ്റ്ലി നമുക്ക് കാപ്സിക്കം സോട്ട് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ്സ് സോട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് മഷ്റൂം ഫ്രൈ ചെയ്യാം. അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ഈ പ്രോൺസിൽ മസാല ഉള്ളതുകൊണ്ട് അത് ലാസ്റ്റ് വേവിച്ചെടുത്താൽ മതി. ഇത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കണം. രണ്ട് മണിക്കൂറിന് ശേഷം മാവ് നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. And it became double. ഇനി അതിൽ നിന്ന് പകുതി എടുത്തിട്ട് പിസ്സ ബേസ് ഉണ്ടാക്കാം. ഇതിങ്ങനെ 1 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കുക.
ഇനി നമുക്ക് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യാം. പിസ്സ സോസ് ഉണ്ടാക്കുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. സെക്കൻഡ് ലെയർ ആയിട്ട് മഷ്റൂം. നെക്സ്റ്റ് കാപ്സിക്കം. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്ത ഷ്രിംപ്സ് ആഡ് ചെയ്യാം. ലാസ്റ്റ്ലി നമുക്ക് ഒലീവ്സ് ആഡ് ചെയ്യാം. ഇനി സൈഡൊക്കെ ഒന്ന് റെഡിയാക്കണം. ഇത് ചീസി ബൈറ്റ് ആണ്, അതുകൊണ്ട് സൈഡിൽ ലെയറാക്കി ചീസാക്കി മടക്കി വെക്കണം. ഇപ്പൊ എല്ലായിടത്തും ചീസ് ഫിൽ ചെയ്തു. ചീസ് കൂടുതൽ ഉണ്ടാവുമ്പോഴാണ് ടേസ്റ്റ്. ഇനി സൈഡൊക്കെ ഇതുപോലെ ഒരേ രീതിയിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ഓരോ കട്ടിങ്സും മടക്കി കൊടുക്കുക. അതിനുള്ളിലൊക്കെ ചീസ് ഉണ്ടാവും. Looking nice. അവസാനമായിട്ട് കുറച്ച് ഒലീവ് സ്പ്രെഡ് ചെയ്യണം. ഇനി ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് എഗ് മിക്സ്ചർ പുരട്ടി കൊടുക്കുക. ഇനി ഇതൊരു തവയിലോ നോൺ സ്റ്റിക്ക് പാനിലോ കുക്ക് ചെയ്തെടുക്കുക. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം പാൻ പ്രീഹീറ്റ് ചെയ്യണം.
കുറച്ച് ഒറിഗാനോ സ്പ്രെഡ് ചെയ്യണം. അത് പിസ്സക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും. മുകളിലുള്ള ചീസൊക്കെ മെൽട്ടായി നന്നായി കുക്കായിട്ടുണ്ട്. വാവ്, ചീസി ബൈറ്റ്സ് പ്രോൺസ് പിസ്സ ഈസ് റെഡി. ഇനി ഇത് നമുക്ക് ഡയമണ്ട് ഷേപ്പിൽ ട്രൈ ചെയ്ത് നോക്കാം. ഫില്ലിംഗ് ഒക്കെ സെയിം ആണ്. ഇതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത പാനിൽ ബേക്ക് ചെയ്തെടുക്കാം. എഗ് മിക്സ്ചർ ബ്രഷ് ചെയ്യാം. 30 minutes ബേക്ക് ചെയ്തെടുക്കാം. Our pizza pouch is ready. Wow.